സാമ്പാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 3 ഇഡ്ഡലി, സാമ്പാർ ആൻഡ് ക്യാബേജ് കറിയാണ്. അപ്പോൾ ഞാൻ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് ദാലാണ് എടുക്കുന്നത്, പിന്നെ ഒരു ഓണിയൻ, ബീൻസ്, ഗ്രീൻ ചില്ലി ആൻഡ് കുക്കുംബറാണ്, പിന്നെ ക്യാരറ്റ്, പൊട്ടാറ്റോ, ബ്രിഞ്ചലാണ്, കുക്കുംബർ, കോവക്ക എന്താണ് അതിന് പറയുന്നറിയില്ല, ലേഡീസ് ഫിംഗർ ആൻഡ് ടൊമാറ്റോ ആണ്. പിന്നെ എടുക്കുന്നത് കടുകാണ്. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ 1 വിസിൽ വരുന്ന വരെ ഇതൊന്ന് വേവിപ്പിച്ച് എടുക്കണം. ഞാനിവിടെ ആദ്യം കുക്കറിൽ വേവിപ്പിക്കാൻ ഇടുന്നത് കുറച്ച് ദാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. പിന്നെ വെണ്ടക്കയും ടൊമാറ്റോയും ലാസ്റ്റിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് സോൾട്ടാണ്, പിന്നെ 2 ഗ്ലാസ് വാട്ടർ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതൊരു 1 വിസിൽ വരുന്ന വരെ ഇതൊന്ന് വേവിപ്പിച്ച് എടുക്കാം. അങ്ങനെ നമ്മൾ സാമ്പാർ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെണ്ടക്കയും ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. വെണ്ടക്കയും ടൊമാറ്റോ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അതൊരു ജെല്ലി കൺസിസ്റ്റൻസ് ആവും. അപ്പോൾ കുറച്ച് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല, ഈ ഒരു സാമ്പാർ ജെല്ലി കൺസിസ്റ്റൻസ് ആയാൽ കൂട്ടാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ടർമറിക് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇവിടെ ഞാൻ സാമ്പാർ പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് ഇതൊന്ന് ബോയിൽ ചെയ്ത് എടുക്കും. ഒരു സൈഡിൽ നമുക്ക് ഇതൊന്ന് ഒഗർണ മീൻസ് കടുക് പൊട്ടിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കാവലി മീൻസ് ഞങ്ങൾ ഒരു പാത്രം എടുത്തു. ഇതിലേക്ക് ഞാനിവിടെ കൊക്കനട്ട് ഓയിൽ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ വത്തൽ മുളക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലും ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള സാമ്പാർ ഒന്ന് ഇട്ട് കൊടുക്കാം. വാവ്, ഗമഗമ സാമ്പാർ ಅಂತೂ റെഡിയായി. ഈ ഒരു സാമ്പാർ കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ദോശ, ഇഡ്ഡലി ആൻഡ് റാഗി മുദ്ദ അല്ലേ. സാമ്പാർ ഉണ്ടെങ്കിൽ 3-4 ദോശ കഴിക്കാം, 5-6 ഇഡ്ഡലി കഴിക്കാറുണ്ട്. പിന്നെ സാമ്പാർ ഉണ്ടെങ്കിൽ റാഗി മുദ്ദ ഉണ്ടല്ലോ, 3 ടൈംസും റാഗി മുദ്ദയാണ് കഴിക്കുന്നത്. ഒരു തവണ നിങ്ങളും ഇവർ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് രാവിലെ എണീച്ചിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നത് 3 ഇഡ്ഡലിയും സാമ്പാറും അതിൻ്റെ കൂടെ ക്യാബേജ് കറിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സാമ്പാർ കാണുമ്പോൾ തന്നെ കളർഫുള്ളായി കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. കൊതിയിടുണ്ട് കേട്ടോ, വയറുവേദന. വേഗം കിച്ചണിൽ കയറിയിട്ട് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫോട്ടോസ് കമൻറ്റ് ബോക്സിൽ അയക്കുക. ഫീഡ്ബാക്ക് എന്ന് പറയാൻ മറക്കരുത്. ഞാനായിട്ട് ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് സാമ്പാർ. അപ്പോൾ ഈ സാമ്പാറിൽ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കുറവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ എനിക്ക് ഇത്തിരി ടേസ്റ്റ് ആയിട്ടുണ്ടോ, അത് മാത്രമല്ല ഭയങ്കര ഹെൽത്തി കൂടിയാണല്ലേ സാമ്പാർ. എനിക്കറിയില്ല കേട്ടോ സാമ്പാർ ഹെൽത്തിയാണോ അല്ലേന്ന്. പക്ഷേ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.